ഹലോ ഡിയേഴ്സ്, അപ്പം നമ്മളിത് എവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നേ? അതെ, പായസമൊക്കെ കുടിച്ച് മത്തായി ഡാൻസ് ഒന്നും കളിക്കാൻ പറ്റാതെ നമ്മൾ ഇങ്ങനെ വീടെത്തിയിട്ടോ. വീട്ടിലെത്തിയ പാടെ നമ്മൾ റിസപ്ഷന് റെഡി ആയിട്ടുണ്ടായിരുന്നേ. 5 മണിക്കാണ് റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. സോ നമ്മൾ 5 മണിയാകുമ്പോഴേക്കും എല്ലാവരും റെഡിയായി മണ്ഡപത്തിൽ എത്തിയിട്ടോ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു അവളുടെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. അവനും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നോക്കൂ എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അടുത്ത ആൾക്കാർ അടുത്ത സ്റ്റാർസ് അവരാണ്. പിന്നെ ഇത് ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്, ഞങ്ങളുടെ BCA ഫ്രണ്ട്സ് ആണ്. ഇതൊക്കെ ഞങ്ങൾ കോളേജിൽ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ മറ്റേ തട്ടിക്കൂട്ട് ഡാൻസ് നമ്മൾ പഠിച്ചവരൊക്കെ നന്നായി കളിച്ചു. ഞാൻ കോപ്പി അടിച്ച് കളിച്ചായിരുന്നു കേട്ടോ. ഒരു എൻജോയ്മെന്റ് എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പോഴേ നമ്മളൊരു 2.5 മിനിറ്റിന്റെ പാട്ടാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫ്യൂഷനായിരുന്നു. അപ്പം ഞാൻ ഇതിൽ പാട്ട് കൊടുത്തതിനെ കോപ്പിറൈറ്റ് അടിക്കണ്ടെന്ന് വെച്ചിട്ടാണ് പാട്ട് കൊടുക്കാത്തത് കേട്ടോ. നമ്മൾ അത് ഇൻ ബിറ്റ്വീൻ കുറച്ച് ആൾക്കാരൊക്കെ വന്ന സമയത്ത് റിസപ്ഷൻ്റെ ഇടയിൽ നമ്മളത് ചെയ്തു കേട്ടോ, കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ ആൾക്കാരൊക്കെ വന്ന് പോയി. നമ്മളിത് എല്ലാവരിടത്തും കുറെ നേരം മിങ്കിളായി. നല്ലൊരു ഡേ ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അടിച്ചു പൊളിച്ച് അങ്ങ് പോയി. അങ്ങനെ നിങ്ങളുടെ ഡാൻസാണ് ഗൈസ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പാട്ടൊക്കെ ഏതാണെന്ന് നിങ്ങൾക്ക് സ്റ്റെപ്പുകൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പാടിത്തരണോ? വേണ്ട എന്നല്ലേ? പാടരുത്, പാടില്ല. എന്നാൽ ചെറുതായിട്ട് വേണ്ട, അത് കുളവാക്കണ്ട. ഏതൊക്കെയാ പാട്ടുകളെന്നൊന്ന് ഗസ് ചെയ്യൂ. വീഡിയോസ് ആകപ്പാടെ കുറച്ച് പേരെ കാണുന്നുള്ളൂ. അപ്പൊ പിന്നെ ആ കാണുന്നവരിൽ ആരെങ്കിലൊക്കെ ഇതൊക്കെ മനസ്സിലായവരൊന്ന് കമന്റും കൂടെ ഇടും കേട്ടോ. അപ്പോഴല്ലേ എനിക്കിത് മനസ്സിലാവുക നിങ്ങളൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് എന്ന്. വ്യൂസ് ആകപ്പാട് 10, 20, 30, 40 ഉള്ളൂ. അവരെങ്കിലും പ്ലീസ് കാണുന്നവരൊന്ന് കമൻ്റൊക്കെ ഇടുകയാണെങ്കിൽ എനിക്ക് കുറച്ച് ആവുമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കമൻ്റൊക്കെ ചെയ്യൂ. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ? ബോറിംഗ് ആണോ? ആണെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും അധികം വ്യൂസ് ഒന്നും പോവാത്തത്. സോ അതൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഈ ഡാൻസിന്റെ സ്റ്റെപ്പ് ലാസ്റ്റ് മിനിറ്റിലടക്കം മാറ്റിയതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് അത് കാണുന്നത്. ഈ സ്റ്റെപ്പാണോ ഇട്ടിരിക്കുന്നതെന്നുള്ളത് കേട്ടോ. അങ്ങനെ കളിച്ചു പോയതാണ്. അങ്ങനെ നമ്മൾ ഡാൻസൊക്കെ കളിച്ച് പിന്നെ അപ്പം അച്ഛൻ വന്നില്ല, അമ്മയും അനിയനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏടയും ആദ്യമൊക്കെ റിസപ്ഷൻ ആയിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നു. ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും അവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡാൻസിന്റെ സമയത്തൊക്കെ അവരൊക്കെ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ എല്ലാവരും പറഞ്ഞു ആ നടുക്ക് നിൽക്കുന്ന കുട്ടി അടിപൊളിയായി കളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു കേട്ടോ. ചെറുത് അവള് പ്രാക്ടീസിനൊന്നും ബാക്കിൽ കളിക്കുന്ന ചെറുതുണ്ടല്ലോ, അവള് പ്രാക്ടീസിനൊന്നും ഉണ്ടായിരുന്നതേ ഇല്ല. പക്ഷെ അവൾ അടിപൊളിയായി കളിക്കുന്നു കേട്ടോ. അവള് ഞാൻ ഫ്രണ്ട് നിൽക്കാൻ പറഞ്ഞായിരുന്നു, പക്ഷെ അവളുടെ അമ്മയുടെ കൂടെ പോയി നിന്ന്. ഇതൊക്കെ ഞങ്ങൾ ലാസ്റ്റ് നമ്മൾ ഫുള്ള് കൂവും നിലവിലായിട്ട് നമ്മൾ തന്നെ സ്റ്റേജിന്റെ മേലെ ചീറപ്പ് ചെയ്ത് നമ്മൾ തന്നെ അങ്ങ് ഇതാക്കി. കാരണം നമുക്ക് താഴ്ന്ന ആരും ചീറപ്പ് ചെയ്യാനില്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ അങ്ങോട്ട് ചീർ ചെയ്തു കേട്ടോ. നല്ല രസമായിരുന്നു. നല്ല എന്താ പറയാ, നമ്മളങ്ങനെ എൻജോയ് ചെയ്തു. പിന്നെ ഇതിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി നന്നായി പോയിട്ടൊന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. നമ്മൾക്ക് ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഐസ്ക്രീം കഴിച്ചില്ല. ബാക്കി എല്ലാവരും കൂടി നമ്മളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിക്കേണ്ടത്. അതായത് അമ്മയുണ്ട്, അനിയനുണ്ട്. സോ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ അത്രയൊക്കെയുള്ളൂ. അടിപൊളിയായിട്ടില്ലേ? അങ്ങനെ അവൻ്റെ ചെറുക്കൻ്റെ കല്യാണം അങ്ങ് കഴിഞ്ഞു. ഞങ്ങൾ ബാഗും കെട്ടി അങ്ങോട്ട് പോയി. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ഡു ലൈക്ക്, ഷെയർ.